കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലം ഇന്ന് കടുത്ത പോരാട്ടങ്ങളുടെ വേദിയായി മാറിയിരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, ഗവർണർ സർക്കാർ പോര്, മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസ്താവനകൾ എന്നിവ ഒന്നിനു പിറകെ ഒന്നായി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും AICC സംഘടനാ ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാൽ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേവലം ഒരു മോഷണമല്ലെന്നും അത് വിശ്വാസികൾക്കെതിരെയുള്ള ഭരണകൂടത്തിന്റെ ഗൂഢാലോചനയാണെന്നുമാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാടുകൾ മോഷ്ടിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസ് കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഈ അന്വേഷണം തികച്ചും പ്രഹസനമാണെന്ന ആരോപണവും ശക്തമാണ്. KC വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഫോറൻസിക് പരിശോധനയിൽ കാണാതായത് യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ തന്നെയാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇത് കേസിനെ അതീവ ഗൗരവകരമായ സാഹചര്യത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ഇത്രയും വലിയൊരു മോഷണം നടന്നിട്ടും യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും ഒളിവിൽ തുടരുന്നു എന്നത് പോലീസിന്റെ വീഴ്ചയാണോ അതോ സർക്കാരിന്റെ സംരക്ഷണമാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. സർക്കാരിന്റെ നേരിട്ടുള്ള സമ്മർദ്ദത്തിന്റെ പുറത്താണ് പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത് എന്നതിന് വ്യക്തമായ തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി 90 ദിവസം പിന്നിടാൻ പോവുകയാണ്. കൃത്യമായ സമയത്ത് കുറ്റപത്രം സമർപ്പിക്കാത്ത പക്ഷം പ്രതിക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നത് പ്രതികളെ സഹായിക്കാനാണെന്നും ഇതിന് പിന്നിൽ സർക്കാരിന്റെ നിഗൂഢമായ താല്പര്യങ്ങൾ ഉണ്ടെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ കേരള പോലീസിന്റെ അന്വേഷണത്തിൽ തങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് KC വേണുഗോപാൽ തുറന്നു പറയുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പരിശോധനകൾ നടത്തുന്നുണ്ടെങ്കിലും അത് കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായിരിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഹൈക്കോടതിയുടെ ഒടുവിലത്തെ നിരീക്ഷണങ്ങളും വിധികളും സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. സ്വർണ്ണക്കൊള്ള നടക്കാൻ സാഹചര്യം ഒരുക്കിയ ഒരു സർക്കാരിന് അധികാരത്തിൽ തുടരാൻ ധാർമ്മികമായ അവകാശമില്ല. വിശ്വാസികളെ വഞ്ചിച്ച സർക്കാർ എന്ന പേരാണ് ഈ ഭരണകൂടത്തിന് ലഭിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ലാത്ത സുതാര്യമായ ഒരു അന്വേഷണം നടന്നാൽ മാത്രമേ സ്വർണ്ണക്കൊള്ളയിലെ ഉന്നത ബന്ധങ്ങൾ പുറത്തു വരികയുള്ളൂ. നിയമസഭയിലെ നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ പ്രകടനം ഒരു രാഷ്ട്രീയ നാടകമാണെന്നാണ് കോൺഗ്രസിന്റെ പക്ഷം. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ കൊമ്പ് കോർക്കുന്നത് വെറും ഒരു പുകമറ മാത്രമാണെന്നും അവർക്കിടയിൽ കൃത്യമായ ഒരു അന്തർധാര സജീവമാണെന്നും വേണുഗോപാൽ ആരോപിക്കുന്നുണ്ട്. മുൻപും നയപ്രഖ്യാപന പ്രസംഗങ്ങൾ ഗവർണർ വെട്ടിയിട്ടുണ്ട്. എന്നാൽ അന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അത് നിശബ്ദമായി അംഗീകരിച്ചു. എന്നാൽ ഇപ്പോൾ അടുത്ത മാസം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഗവർണറെ കൊണ്ട് പ്രസംഗം വെട്ടിക്കുകയും അതിനെ മുഖ്യമന്ത്രി തിരുത്തുകയും ചെയ്യുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള തന്ത്രമാണ്. ഗവർണർക്ക് ഒരു വേഷവും മുഖ്യമന്ത്രിക്ക് മറ്റൊരു വേഷവും നൽകിക്കൊണ്ടുള്ള കേരളത്തിലെ പ്രതിപക്ഷത്തെ അപ്രസക്തമാക്കാനാണ് ഇരുവരും ശ്രമിക്കുന്നത്. എന്നാൽ ഈ ഒത്തുകളി ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്ന് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകുന്നു. മന്ത്രി സജി ചെറിയാന്റെ പ്രസംഗങ്ങൾ പലപ്പോഴും വിവാദങ്ങളിൽ അവസാനിക്കാറുമുണ്ട്. കേരളത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ പരിഹസിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വൈകൃതമുള്ള പ്രസ്താവനകളാണ് മന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടും മാതൃകയായ ഒന്നാണ് കേരളത്തിലെ ജനാധിപത്യ രീതി. ഇവിടെ വോട്ടർമാർ ജാതിയോ മതമോ നോക്കിയല്ല പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. മുസ്ലിം ഭൂരിപക്ഷമുള്ള കോഴിക്കോട് പോലും സ്ഥലങ്ങളിൽ ഹിന്ദു പ്രതിനിധികൾ വിജയിക്കുന്നതും ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ മുസ്ലിം സഹോദരങ്ങൾ വിജയിക്കുന്നതും കേരളത്തിന്റെ പ്രത്യേകതയാണ്. എന്നാൽ ഈ സൗഹൃദത്തെ തകർക്കാൻ മന്ത്രി മനഃപൂർവ്വം ശ്രമിക്കുകയാണ്. 10 വോട്ടിന് വേണ്ടി വർഗീയത ഇളക്കിവിടുന്ന രീതി ഒരു മന്ത്രിക്കും ചേർന്നതല്ല. മോന്തായം വളഞ്ഞാൽ 64 വളയുമെന്ന് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ വഴിവിട്ട രാഷ്ട്രീയ നീക്കങ്ങൾക്ക് മന്ത്രിമാർ കൂട്ടുനിൽക്കുകയാണ്. ഭരണഘടനാ പദവിയിലിരുന്ന് വർഗീയ വിഷം വമിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന സജി ചെറിയാൻ ഉടനടി രാജിവെക്കണമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ശബരിമല എന്നത് ലക്ഷക്കണക്കിന് ഭക്തരുടെ വികാരമാണ്. അവിടെ നടക്കുന്ന മോഷണവും അഴിമതിയും ഭക്തരെ സംബന്ധിച്ചിടത്തോളം അസഹനീയമാണ്. വിശ്വാസികളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ തന്നെ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നത് ഭരണകൂടത്തിന്റെ പതനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഹൈക്കോടതിയുടെ കർശന നിലപാടുകൾ സർക്കാരിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുമുണ്ട്. ഭരണഘടനയ്ക്കും നിയമത്തിനും നിരക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ സർക്കാരിന് ഇനി ജനവിധി തേടുക പ്രയാസകരമായിരിക്കും. പ്രലോഭനങ്ങളും വർഗീയ ധ്രുവീകരണവും ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ശ്രമിക്കുന്ന ഇടത് മുന്നണിയുടെ തന്ത്രങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ രീതിയിൽ തുറന്നു കാട്ടപ്പെടുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കുന്നു. KC വേണുഗോപാലിന്റെ വാക്കുകൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാർ നടത്തുന്ന ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്നും കോടതി നിരീക്ഷണത്തിലുള്ള അന്വേഷണം വേണമെന്നുമുള്ള ആവശ്യവും ശക്തമാണ്. ഒപ്പം തന്നെ വർഗീയ പ്രസ്താവനകൾ നടത്തുന്ന മന്ത്രിമാരെ പുറത്താക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണം. കേരളത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ പ്രതിപക്ഷം സന്ധിയില്ലാത്ത പോരാട്ടം തുടരുമെന്ന പ്രഖ്യാപനമാണ് KC വേണുഗോപാലിന്റെ പ്രസ്താവനയിലൂടെ അടിവരയിടുന്നത്.